നമസ്കാരം. കേരളത്തിലുടനീളമുള്ള ജനങ്ങളെ, അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അവരെ എല്ലാവരെയും പറ്റിച്ച് UDF അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച തട്ടിപ്പിന്റെ പേരായി മാറുകയാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ളത്. ഇന്ദിരാ ഗ്യാരണ്ടി ഒരു ഗംഭീര തട്ടിപ്പായിരുന്നുവെന്ന് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. സ്ത്രീകളൊക്കെ അലമുറയിട്ട് കരയുകയാണ്. KSRTC ബസ്സിൽ, അതായത് എല്ലാ KSRTC ബസ്സിലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സൗജന്യ യാത്രയായിരിക്കുമെന്നും, അമ്മ പെങ്ങന്മാർക്കൊക്കെ ഇനി ഈ പറയുന്നത് പോലെ KSRTC ബസ്സിൽ കയറി മൂന്നാറ് പോകാം, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകാം, എവിടെ വേണമെങ്കിലും പോകാം, പൈസ കൊടുക്കണ്ട എന്നായിരുന്നല്ലോ ഓരോ വീടുകളും കയറി ഓരോ കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താണ് അധികാരത്തിലെത്തിയപ്പോൾ VD സതീശൻ പറയുന്നത്? ഓർഡിനറി ബസ്സിൽ മാത്രമേ ഞങ്ങൾക്ക് ഫ്രീ തരാൻ കഴിയുള്ളൂ, സൗജന്യം തരാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങൾ രംഗത്തേക്ക് വരുമ്പോൾ സൈബർ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രതിരോധിക്കുകയാണ്. വേണമെങ്കിൽ മേടിച്ച് നക്കിയിട്ട് പോകും എന്ന മട്ടിലാണ് അവരുടെയൊക്കെ പ്രതികരണം. ഇത് നിങ്ങളുടെ പാർട്ടിക്കാര് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ ഈ പറയുന്ന എല്ലാ KSRTC ബസ്സിലും സൗജന്യ യാത്ര നൽകുമെന്ന്? സ്വാഭാവികമായിട്ടും നൽകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുമ്പോൾ അവർ ചോദിക്കാൻ നേരത്ത് കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാത്രമല്ല, ഈ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത് ബൂസ്റ്റ് ചെയ്ത് പല നീലക്കുയിലുമാരിലൂടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ്. ഇതെന്തോ വലിയ സംഭവമായിട്ട്. അതായത് കണ്ടോ, ഓർഡിനറി ബസ്സിലെങ്കിലും കിട്ടിയില്ലേ എന്ന രീതിയിൽ. ഓർഡിനറി ബസ്സിൽ മാത്രം എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഓർഡിനറി ബസ്സിൽ ഇങ്ങനെ സൗജന്യ യാത്ര നൽകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. നിങ്ങളായിട്ടല്ലേ ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായിട്ട് KSRTC ബസ്സിൽ യാത്ര നടത്തും എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. അപ്പോ അങ്ങനെ വന്നപ്പോഴും സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതങ്ങനെ എന്നായിരുന്നു ഒന്ന് പറഞ്ഞത്. ഇപ്പൊ എങ്ങനെയെന്ന് ചോദിക്കുമ്പോ അതെങ്ങനെ എന്ന് ജനങ്ങളോട് ചോദിക്കുകയാണ്. അതായത് നുണയും തട്ടിപ്പും ഒക്കെ നിരത്തി അങ്ങനെ ജനങ്ങളെ പറ്റിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി തന്നെ പറയാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ജനങ്ങൾ ഇത് അനുഭവിക്കണം കേട്ടോ. കാരണം ഞങ്ങൾ ആർക്കും പറ്റിക്കാൻ പറ്റില്ല, മലയാളികൾ ആരും പറ്റിക്കില്ല, ഞങ്ങൾ ഒരു തട്ടിപ്പിലും വീഴില്ല, ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു നടന്ന ആളുകളെ എത്ര രസകരമായിട്ടാണ് VD സതീശനും UDF പറ്റിച്ചിട്ടുള്ളത്. ഗംഭീരമായിട്ട് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ നമ്മുടെ മുഖ്യമന്ത്രിയും UDF പറ്റിച്ചു, വഞ്ചിച്ചു എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാധ്യമങ്ങളുടെ കുറച്ച് മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ആർക്കും ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാമെന്നും എന്തു നുണയും പ്രചരിപ്പിക്കാമെന്നും VD സതീശനിലൂടെയും UDFിലൂടെയും നമ്മൾ കാണുകയാണ്. എന്തിന്റെ കുറവാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അത് നന്നായി UDFിന് പറയായിരുന്നു. അതുകൊണ്ട് അവരെന്താണ് ചെയ്തത്? നട്ടലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ആദ്യം ഒന്ന് തകർത്തു. മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തയൊക്കെ പ്രചരിപ്പിച്ച്, പല രീതിയിലുള്ള ഇല്ലാത്ത കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ച് ഈ സർക്കാർ മഹാകുഴപ്പമാണ്, സംസ്ഥാനത്തെ വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. ജനങ്ങളാകട്ടെ ഇതിന്റെ ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ എടുത്തിയാടുകയും ചെയ്തു. LDF ആകട്ടെ, പാർട്ടി ആകട്ടെ ഒരു രീതിയിലും ഈ നുണകളെ പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയുമില്ല. അവസാനം എന്താണ് സംഭവിച്ചത്? UDF കുഴിച്ച കുഴിയിൽ ജനങ്ങൾ മുഴുവൻ പോയി വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഈ പ്രചാരണ സമയത്ത് പലരും പല സഖാക്കളും പല LDFന്റെ പല നേതാക്കളും ഒക്കെ പറഞ്ഞു നടന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ, ഇരുണ്ട കാലത്തെ പറ്റി. UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളം ഇരുണ്ട കാലത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് എങ്ങനെ പോകുമെന്നുള്ള കാര്യം എങ്ങനെയാണ് വിശദീകരിച്ചത്? UDFന്റെ ഭരണ സമയത്തൊക്കെ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് അത് പറയുന്ന സാഹചര്യം ഉണ്ടായത്. ദാരിദ്ര്യമായിരുന്നു, അല്ലെ? ദാരിദ്ര്യ കണക്ക് മാത്രമേ അവർ പറയുകയുള്ളൂ. അത് തന്നെയല്ലേ ഇപ്പൊ VD സതീശൻ ധവളപത്രം ഇറക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും നടപ്പിലാക്കില്ല, ഒന്നും നടക്കില്ല, ജനങ്ങളെ പറ്റിക്കാൻ മാത്രമേ അവർക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, അവര് മാറി. ഇത് വേറെ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാളും സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷമായിരുന്നു. ഇപ്പൊ ആഘോഷ കമ്മിറ്റികളൊക്കെ അതെ പയ്യെ കെട്ടടങ്ങിയിട്ടുണ്ട്. ഇതിലും എത്രയോ ഭേദമായിരുന്നു പിണറായി വിജയൻ സർക്കാർ എന്നൊക്കെ പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, VD സതീശൻ സർക്കാർ ഞങ്ങൾ മാറിയിട്ടില്ലപ്പാ, ഞങ്ങൾ ആ പഴയ ടീംസ് തന്നെയാണപ്പാ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉണ്ടായിരുന്നത്? ഈ സൗജന്യ യാത്ര മാത്രമായിരുന്നു. പ്രതിമാസം 1000 രൂപ വെച്ചിട്ട് കോളേജിലെ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. കൊടുത്തോ? മാത്രമല്ല 25 ലക്ഷം രൂപയുടെ ഏതാണ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നടക്കുവോ? അങ്ങനെ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത കുറെ തട്ടിപ്പായിട്ടാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയായിട്ട് രംഗത്തേക്ക് വന്നത്. അതായത് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച ഏറ്റവും വലിയ ഒരു തട്ടിപ്പിന്റെ പേര് അത് തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയാനുള്ളത്. നോക്കൂ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ വേണമെങ്കിൽ പോകട്ടെ ജനങ്ങൾക്ക്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കോടതി പോയി അവർ പെടും എന്നുള്ളതാണ്. മിക്കവാറും വരും ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും ഒക്കെ കോടതി പോകാനുള്ള സാധ്യതയുണ്ട്.
ജനങ്ങളെ മുഴുവൻ പറ്റിച്ചിട്ട് ജനങ്ങൾക്ക് നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു സർക്കാരിനെ പിന്നെ ഏത് രീതിയിലാണ് നേരിടേണ്ടത്? ഈ നാട്ടിലെ ജനങ്ങളൊക്കെ കഴുതുകളാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന അപ്പകഷ്ണം എടുത്ത് കഴിക്കാനല്ല ഇവിടുത്തെ ജനങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ അറിയുന്ന അപ്പകഷ്ണം കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ധാർഷ്ട്യമാണ്. അത് അവൻ CPM കാരനായതുകൊണ്ടാണ്, ഇവൻ സഹാവായതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് നേരെ സൈബർ വെട്ടുക്കിളികളെ ഇറക്കി അവരെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു 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 ഗൂഢസംഘമായിട്ടുള്ള ഒരു സർക്കാരിനെ നമ്മൾ കാണുകയാണ്. നുണയുടെ മുകളിൽ നുണ കയറ്റി വെച്ച്, തട്ടിപ്പിന് മുകളിൽ തട്ടിപ്പ് കയറ്റി വെച്ച് അതിന് മുകളിൽ കയറിയിരിക്കുന്ന ഒരു സർക്കാർ. അതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ UDF സർക്കാർ. നുണ മാത്രം പറയുന്ന ഒരു മുഖ്യമന്ത്രിയും നമ്മൾ കാണുകയാണ്. മാധ്യമങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും കുറെ ന്യായീകരണങ്ങൾ ഇറക്കാൻ അറിയാം, കുറെ നുണ പറയാൻ അറിയാം, കുറെ തട്ടിത്തെറികിടവും കളിക്കാൻ അറിയാം എന്നതിനപ്പുറത്തേക്ക് വ്യക്തതയോടെ എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, എന്തിന്റെ കുറവാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്? വീടില്ലാത്തവർക്ക് 5.5 ലക്ഷം ആളുകൾക്കാണ് വീട് പണിത് കൊടുത്തത്. മാത്രമല്ല പെൻഷൻ കറക്റ്റായിട്ട് കൈ കിട്ടിയിരുന്നില്ലേ? ഒരു മാസമെങ്കിലും മുടങ്ങിയിരുന്നോ? ഇല്ല. UDF ഭരിക്കുന്ന സമയത്ത് 18 മാസം മുടക്കിയിരുന്നു അല്ലെ? മാത്രമല്ല ഇപ്പൊ തന്നെ ഈ 3000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വലിയ വിമിഷ്ടമായിരുന്നു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും വലിയ രീതിയിൽ തന്നെ ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തിയപ്പോഴാണ് അത് കൊടുത്തത് തന്നെ. അതും നേരത്തെയൊക്കെ LDFന്റെ സമയത്ത് വിശേഷ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അത് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുത്തിരുന്നു. ഇതെങ്ങനെയാ? ഇത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയി മേടിക്കണം. മാത്രമല്ല അതെല്ലാവർക്കും കിട്ടുന്നുമില്ല. അപ്പൊ ആ വിശേഷ ദിവസത്തിൽ കൊടുത്തോ? അതുമില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കൊടുക്കണോ വേണ്ടയോ പ്രതിഷേധം ഉയരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ സാധനം കൊടുത്തത്. LDF ഭരിക്കുന്ന സമയത്ത് എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മലയോര പാത, ദേശീയപാത, തീരദേശപാത, അങ്ങനെ പലതുമൊക്കെ പ്രാവർത്തികമാവുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കേന്ദ്ര സർക്കാർ ചവിട്ടി താഴ്ത്തുമ്പോഴും ആരെയും ഒരു രീതിയിലുള്ള ദാരിദ്ര്യവും LDFനെ സർക്കാർ അറിയിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ദാരിദ്ര്യ കണക്ക് പറയുകയാണ്. ധവളപത്രമൊക്കെ ഇറക്കിക്കൊണ്ട് ഇനി പല ഗ്യാരണ്ടി നടപ്പിലാക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട് കേട്ടോ എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് VD സതീശൻ. പക്ഷേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അതിനെയൊക്കെ അതിജീവിച്ച് പല വിഷയങ്ങളിലും നട്ടലുള്ള നിലപാടെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അഭിമാനകരമായിട്ടുള്ള തലയുയർത്തി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന ഒരു മതിൽ പോലെ നിന്ന ഒരു സർക്കാരായിരുന്നില്ലേ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? ഇപ്പൊ എന്താണ് കാണുന്നത്? വിശ്വസിക്കാൻ കൊള്ളാത്തൊരു സർക്കാർ. സത്യത്തില് ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കൂ, ഇവരൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നടപ്പിലാക്കൂ എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് തന്നെ ഒരു സർക്കാർ കരിഞ്ഞുണങ്ങി തകർന്നു വീഴുന്ന കാഴ്ച. സംഘപരിവാറും BJPയും ഒക്കെയായി ഇങ്ങനെ ചങ്ങാത്തം കൂടി സത്യത്തിൽ ജനങ്ങളെ ചൂട് മടിപ്പിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതിന് കാരണം ഈ നാട്ടിലെ ജനങ്ങളാണ് കേട്ടോ. സത്യത്തിൽ കേരളത്തിലെ മലയാളികൾ വരുത്തി വെച്ച ഒരു അപകടം തന്നെയാണ്, വിന തന്നെയാണ് ഈ ഭരണം എന്ന് പറയുന്നത്. ഇനി 5 വർഷം അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയെങ്കിലും തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ട് ചോദിച്ചതുപോലെ പല കിങ്ങിണിക്കുട്ടന്മാരൊക്കെ ചിരിച്ചു കളിച്ചു വരാൻ നേരത്ത് ആ പ്രകടന പത്രികയൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെ നടപ്പിലാക്കും എന്ന് അവരോട് ചോദിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം. അത് ഇങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് അവർക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നെങ്കിലും നിങ്ങൾക്ക് നോക്കാൻ, ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ ചിരിച്ചു കളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് കേട്ട്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ട് വോട്ട് ചെയ്യാൻ പോയാൽ ദേ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്ത് ഈ നാട്ടിലെ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് ആ സർക്കാർ മഹാകുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് ദേ ഈ മാധ്യമങ്ങളും UDFും കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലിന് ഇപ്പൊ ആരാണ് അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഇനിയിപ്പോ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.